അതെ, അങ്ങനെ ആ സംഭവം നടന്നിരിക്കുകയാണ്. മറ്റൊന്നല്ല, ബെഡ്റൂമിലിരുന്ന തയ്യൽ മെഷീനെ കൊണ്ടുവന്ന് ഹാളിലേക്ക് വിശാലമായി ഇരുത്തിയിട്ടുണ്ട്. കാരണം ഞാൻ തയ്യൽ എനിക്കും എൻ്റെ മകൾക്കും വേണ്ടി ഡ്രസ്സൊക്കെ ഞാൻ തന്നെയാണ് തയ്ക്കാറ്. പുറത്തേക്കൊന്നും തയ്ച്ച് കൊടുക്കാറില്ല. എന്നാലും നമുക്കുള്ളത് പോലും തയ്ക്കാൻ ചില സമയത്ത് മടിയാണ്. അപ്പോൾ എനിക്ക് സ്കൂള് തുറന്ന സമയത്ത് മോൾക്ക് യൂണിഫോം തയ്ച്ച് കൊടുത്ത് കഴിഞ്ഞതല്ലാണ്ട് പിന്നെ ഈ മിഷ്യത്തിൽ ഞാൻ തൊട്ടിട്ടേ ഇല്ല. എനിക്ക് മോൾക്കും വേണ്ടി തയ്ക്കാൻ വേണ്ടി ഒരുപാട് മെറ്റീരിയൽസുകളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതന്ന് തുടങ്ങി ആ റൂമിൽ പൊടി പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു റൂമിലിരിക്കണത് കൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് തയ്ക്കാൻ തോന്നാത്തത്. കാരണം ഞാൻ ആ റൂമിലോട്ട് അങ്ങനെ അധികം കയറാറില്ല. അപ്പോൾ അതിനെ കൊണ്ടുവന്ന് ഞാൻ എന്താ ഇവിടെ ഹാളിൽ പൊടി തട്ടി വീണ്ടും കുട്ടപ്പനാക്കി വെക്കുകയാണ് കേട്ടോ. നോക്കാം നമുക്ക് ഇനിയെങ്കിലും തയ്ക്കുമെന്ന്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ എനിക്കൊരു വിഷയവുമായി അങ്ങനെ എന്താ പൊടിയൊക്കെ തട്ടി എടുത്ത് വെക്കുകയാണ് ഞാൻ. തയ്ക്കാം, നമുക്ക് ഇനി തയ്യലും തുടങ്ങാം അല്ലേ. ഇനി കൂടുതൽ തയ്യൽ വീഡിയോകളൊക്കെ ആയിട്ട് വരാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ ചേട്ടാ, ബൈ ബൈ.